പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ചൊല്ലാൻ പറ്റിയ അത്ഭുതം നിറഞ്ഞ ഒരു സ്വലാത്ത് ഞാൻ പഠിപ്പിച്ചു തരട്ടെ. വെറും 14 വാചകങ്ങളിൽ അള്ളാഹുവിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളുടെയും തോതനുസരിച്ച് മഹത്വം ലഭിക്കുന്ന സ്വലാത്ത്. ഈ സ്വലാത്ത് നമ്മൾ ഈ പറയുന്ന ബോധ്യത്തിൽ നിങ്ങൾ ചൊല്ലിയാലുണ്ടല്ലോ, വേറെ മരുന്നൊന്നും വേണ്ട. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വഴിപ്പെടും. നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറയുന്നതനുസരിക്കും. മാത്രമല്ല, നിങ്ങളുടെ ദുആ, ഏത് ദുആയിനിടയിലും ഈ സ്വലാത്ത് കയറ്റി കൊടുത്താൽ ആ ദുആ അള്ളാഹ് സ്വീകരിക്കും. എല്ലാത്തിലുപരി മുത്തുനബി സന്തോഷിക്കും. മുത്തുനബിയുടെ സന്തോഷമല്ലേ നമുക്ക് വേണ്ടത്? ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കണ്ട് സന്തോഷിക്കും ഈ സ്വലാത്ത് ചൊല്ലിയാൽ. ആ സ്വലാത്ത് ഏതാന്ന് പഠിക്കണ്ടേ? വേണ്ടേ? ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യം നിറഞ്ഞ ദുൽഹജ്ജിലെ വെള്ളിയാഴ്ചയാണ് അല്ലേ? ഇക്കൊല്ലത്തെ അവസാനത്തെ മാസത്തിലെ വെള്ളിയാഴ്ചകൾ ഇങ്ങനെ വരുമ്പോൾ ഇനി വരുന്നൊരു കൊല്ലം മനോഹരമാക്കി എടുക്കാനുള്ള പണികൾ നമ്മൾ ചെയ്യണം കേട്ടോ. വെള്ളിയാഴ്ച ദിവസം കഹ്ഫ് ഓതിയായിരുന്നു ഇന്നലെ. ഓതാത്തവർ ഓതി തീർക്കണം. എല്ലാത്തിലുപരി സ്വലാത്തുകൾ കൊണ്ട് മുഖരിതാക്കണം. മുത്ത് റസൂൽ ഇങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നോക്കിക്കാണുന്ന നിമിഷം, എൻ്റെ മുത്തുനബി ഇങ്ങനെ നോക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാതെ നമ്മൾ വെറുതിരിക്കുന്നൊരു കാഴ്ച ഉണ്ടാകരുത്. ആ സ്വലാത്ത് ഹബീബ് ഇങ്ങനെ നേരിട്ട് കാണും. റസൂലുള്ള സന്തോഷിക്കും. അതിലുപരി വെള്ളിയാഴ്ച ഒരു പെരുന്നാളാകാൻ വേറെന്താ വേണ്ടത്? അൽ ജുമഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാക്കീൻ. ഏതാണ് ആ ഫുഖറാ? ഫക്കീറന്മാരുടെ പെരുന്നാളാണ് വെള്ളിയാഴ്ച എന്നാണ്. ഏതാ ഫക്കീർ? നമ്മൾ ഉദ്ദേശിക്കണ പോലെ കയ്യിൽ 5 പൈസ ഇല്ലാത്തവനല്ല. ആ ഫക്കീർ മുത്തുനബിയെ കൊതിക്കുന്നവനാ. മുത്തുനബിയെ കൊതിക്കുന്ന ഫക്കീറാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ അൽ മുഹ്താജ്, ആവശ്യമുള്ളവനാ. എന്തിലേക്ക് ആവശ്യം? മുത്തുനബിയുടെ സ്നേഹത്തിലേക്ക് ആവശ്യം. വെള്ളിയാഴ്ച ദിവസേ മുത്തുനബിയുടെ സ്നേഹത്തിലേക്ക് ആവശ്യമുള്ള ഫക്കീറായി മാറിയിട്ടൊന്ന് സ്വലാത്ത് ചൊല്ലി നോക്കിയേ. ഹബീബായ തങ്ങൾ സന്തോഷിക്കും. സന്തോഷിപ്പിക്കണ്ട നമുക്ക് മുത്തുനബിയെ? വേണ്ടേ? ഞാൻ നിങ്ങൾക്കൊരു അത്ഭുതം നിറഞ്ഞ സ്വലാത്ത് പഠിപ്പിച്ചു തരാം. മഹാനായ ഇമാം അഹ്മദ് അൽ സ്വാവി റഹിമഹുല്ല, യൂസുഫ് നബഹാനി റഹിമഹുല്ല തുടങ്ങിയ മഹത്തുക്കളൊക്കെ ഉദ്ധരിച്ചു തന്ന അതിവിശിഷ്ടമായൊരു സ്വലാത്ത്. സ്വാവി ഇമാമൊക്കെ പറയുന്നുണ്ട്, ഒരു തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ 10,000 സ്വലാത്തിൻ്റെ പ്രതിഫലമുണ്ട്. ചില മഹാന്മാർ പറഞ്ഞു 1,00,000 തവണ ചൊല്ലിയതിൻ്റെ പ്രതിഫലമുണ്ട്. ഇരിക്കട്ടെ, അള്ളാഹുവിൻ്റെ അത്രമേൽ മനോഹരമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സ്വലാത്ത്. ചിലർ പറഞ്ഞു ഇതിന് കയ്യും കണക്കില്ലാത്ത മഹത്വമുണ്ട്. കോടാനുകോടി മഹത്വങ്ങൾ നിറഞ്ഞ സ്വലാത്താണ് അത്ര. ചെറിയ സ്വലാത്ത്, 10-14 വാക്കുകളെ അതിലുള്ളൂ. ഏതാണ് ആ സ്വലാത്ത്? നമുക്കതിൻ്റെ ആദ്യം അതൊന്ന് പറയും, എന്നിട്ട് അതിൻ്റെ മഹത്വങ്ങളും എത്ര ചൊല്ലണം, എപ്പോൾ ചൊല്ലണം എന്നൊക്കെ നമുക്കൊന്ന് പഠിക്കാം. ഏതാണ് ആ സ്വലാത്ത്? ഒരുമിച്ചൊന്ന് ചൊല്ലിക്കേ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി അദദ ഇൻആമില്ലാഹി വഇഫ്ളാലിഹി. അല്ലാഹ്, എന്താണ് ആ സ്വലാത്ത്? ഒന്നും കൂടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി അദദ ഇൻആമില്ലാഹി വഇഫ്ളാലിഹി. അല്ലാഹുവേ, നിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലും കുടുംബത്തിൻ്റെ മേലിലും നീ സ്വലാത്ത് ചെയ്യണേ അല്ലാ. നിൻ്റെ അനുഗ്രഹങ്ങളുടെയും ഔദാര്യത്തിൻ്റെയും കണക്കനുസരിച്ച്. അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ കണക്കാക്കാൻ പറ്റുമോ? വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റൂലല്ലോ. അപ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങളുടെയും ഔദാര്യത്തിൻ്റെയും കണക്കനുസരിച്ച് മുത്ത് റസൂലിന് നീ സ്വലാത്ത് ചെയ്യണേ അല്ലാ. വല്ലാത്ത അത്ഭുതം നിറഞ്ഞ സ്വലാത്ത്. ഈ സ്വലാത്തിൽ 14 വാചകങ്ങളേ ഉള്ളൂ. പക്ഷേ ലോകത്തേക്കാൾ മഹത്വമുണ്ട് ഈ സ്വലാത്തിന്. കാരണം ഈ ലോകവും എല്ലാം അള്ളാഹിൻ്റെ അനുഗ്രഹത്തിൽ പെട്ടതാണ്. ആ അനുഗ്രഹങ്ങളുടെ കണക്കനുസരിച്ച് ചൊല്ലുന്ന സ്വലാത്ത് എന്ന് പറയുമ്പോൾ ആ സ്വലാത്തിൻ്റെ ഒരു ഭാരം, മഹത്വം എത്രയാണ്? അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഒന്ന്, അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, പാത്തു 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 എന്ന് വിളിക്കണ പോലെയല്ല, സ്നേഹത്തോടെ മുത്തുനബിയെ വിളിച്ച് ചൊല്ലാം. അപ്രതീക്ഷിത അനുഗ്രഹങ്ങൾ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അള്ളാഹു നമുക്ക് സഹായം തരും. നമ്മളൊരിക്കലും വിചാരിക്കണില്ല അങ്ങനെ ഒരു ലാഭം ഉണ്ടാവും, അങ്ങനെ ഒരു കച്ചവടം ഉണ്ടാവും, ഞാനിത് തുടങ്ങിയാൽ ഞാൻ വിജയിക്കും, എൻ്റെ പിള്ള വിജയിക്കും, എൻ്റെ മക്കൾ നന്നാവും, എന്തും ആയിക്കോട്ടെ.
നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ തന്ന് പടച്ചോൻ നമ്മളെ ഞെട്ടിക്കും. ഇടയിലൊരു കാര്യം പറയട്ടെ, വെള്ളിയാഴ്ച ദിവസമാണ് എപ്പോഴും ഉണർത്തുന്നത് പോലെ ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ കാര്യം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. കഴിയുന്നവരൊക്കെ കയ്യിലുണ്ടെങ്കിൽ 1001 രൂപ ഹദിയ ചെയ്യുക വെള്ളിയാഴ്ച ദിവസം. ഇല്ല, ഞങ്ങളുടെ കയ്യിലൊരു 313 ഉള്ളൂ, എന്തില്ല, അത് ഹദിയ ചെയ്യുക. അല്ല, അതിലേറെ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യുക. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന വെള്ളിയാഴ്ച ദിവസം നമ്മൾ അള്ളാഹുവിലേക്കും അവൻ്റെ മുത്തുനബിയിലേക്കും ആവശ്യക്കാരായി നിന്നുകൊണ്ട് ഈ ഹദിയ ചെയ്യുമ്പോൾ പടച്ചോ നമ്മളെ ചേർത്ത് പിടിക്കൂലേ? വേറെ ആരും നമ്മളെ ചേർത്ത് പിടിക്കാനുള്ളത്? മുത്തുനബി നമ്മളെ ചേർത്ത് പിടിക്കൂലേ? സ്വതക്ക കൊണ്ട് ഭംഗിയാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ ഉസ്താദിൻ്റെയും നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു റബ്ബുൽ ആലമീൻ തീർത്ത് തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അന്ത്യസമയത്ത് ചിരിച്ചുകൊണ്ട് വരിക്കാൻ പറ്റും. ഈ സ്വലാത്ത് നിരന്തരം ഇങ്ങനെ പതിവാക്കുന്ന ആളുകൾ ഒരുപാടൊന്നും ചൊല്ലണ്ട, അതിൻ്റെ എണ്ണം ഞാൻ പറഞ്ഞുതരാം. ഈ സ്വലാത്ത് ഡെയിലി ഒരു വിറുദ്ധം ഇങ്ങനെ പതിവാക്കി കൊണ്ടുവരുന്നവർ മരിക്കാൻ നേരത്തേക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ട്, ആഹാ എന്ത് രസമായിരിക്കും അല്ലേ, മുത്തുനബിയെ കണ്ട് മരിക്കാൻ പറ്റും. മൂന്നാമത്തെ പ്രത്യേകത, ഈ സ്വലാത്ത് ജീവിതത്തിൽ 1,00,000 തവണ ചൊല്ലിയാൽ, അപ്പം ഇന്ന് നെയ്യത്തെടുക്കുക, ഉസ്താദ് അള്ളാഹുവേ ഞാൻ മരിക്കുന്നതിന് മുൻപ് ഈ സ്വലാത്ത് 1,00,000 തവണ ഞാൻ ചൊല്ലും. ഉസ്താദ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അല്ലേ. അപ്പോൾ ആ നിലക്ക് 1,00,000 തവണ ഞങ്ങൾ ചൊല്ലും. അപ്പം മരിക്കുന്നതിന് മുമ്പ് ഒരാൾ 1,00,000 തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇമാമിങ്ങൾ പഠിപ്പിക്കാണ്, നരക കവാടം അവൻ്റെ മുമ്പിൽ അടയ്ക്കപ്പെടും, അവൻ നരകത്തിൽ പോകില്ല എന്നാണ്. വെറുതെ ഇങ്ങനെ നമ്മുടെ പാത്തുമല്ല, സ്നേഹത്തോടെ നെയ്യത്തെടുത്തോ. നമ്മളത് ചൊല്ലിത്തീരണതിന് മുമ്പ് നമ്മൾ ചൊല്ലാൻ എഫേർട്ട് എടുക്കണം. ചൊല്ലിത്തീരണതിന് മുമ്പ് മരിച്ചു പോയാൽ ചൊല്ലിയതിൻ്റെ കൂലിയും പടച്ചോൻ തരുമെന്നേ, ഉറപ്പല്ലേ? അല്ല കാരുണ്യവാനല്ലേ. അപ്പോൾ പടച്ചോന് 1,00,000 തവണ ഞാൻ മരിക്കണതിന് മുമ്പ് ഈ സ്വലാത്ത് ചൊല്ലിത്തീർക്കും, അവൻ നരകത്തിൽ കിടക്കൂല എന്നാണ്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. നാലാമത്തെ ഇമാം സ്വാമി തങ്ങൾ പറയുന്നുണ്ട്, ദുനിയാവിലും ആഖിറത്തിലും നിർഭയത്തൻ, ഒന്നിനും പേടിക്കേണ്ടി വരില്ല. അവൻ ആരും അടങ്ങിയറാക്കാൻ ദുനിയാവിലും വരില്ല, ആഖിറത്തിലും വരില്ല. നാളെ സബാനിയാക്കൾ എന്ന് പറഞ്ഞിട്ടൊരു മലക്കുകളുണ്ടല്ലോ ആഖിറത്തിലല്ലേ, മനുഷ്യൻ്റെ തലയും കാലും കൂടെ ഇങ്ങനെ ബാക്കിലേക്ക് വലിച്ചു കൂട്ടിക്കെട്ടിയിട്ട് നരകത്തിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോകുന്ന ഒരു വിഭാഗം മലക്കുകളുണ്ട് അല്ലേ, സബാനിയാക്കൾ. ആ മലക്കുകൾ പോലും ഇവനെ നോക്കൂല എന്നാണ്. അതായത് അത്രത്തോളം നിർഭയത്വം, അവനൊന്നിനും പേടിക്കേണ്ടി വരില്ല. ഹിസാബിനെ, നരകത്തെ ഒന്നിനും പേടിക്കേണ്ടി വരില്ല. അവൻ ഹാപ്പി ആയിരിക്കും. കാരണം അവൻ അള്ളാനെ അറിഞ്ഞ് മുത്തുനബി അറിഞ്ഞ് സ്നേഹിച്ചുകൊണ്ടാണ് ഈ സ്വലാത്ത് ചൊല്ലിയത് അല്ലേ. അങ്ങനെ ചൊല്ലുന്നവരെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അഞ്ചാമത്തെ പ്രത്യേകത, ഈ സ്വലാത്ത് പതിവാക്കിക്കോ. പലരും പറയാറുണ്ട്, ഉസ്താദേ കണ്ണേറാണ്, സിഹറാണ്, ഒരു സാധനം ഫലിക്കൂല. മനസ്സിലായോ? ഒരു കണ്ണേറും എൻ്റെ പിള്ളേരെ കാണാൻ എന്ത് രസോടി, ഫലിക്കൂലടി, ആ കണ്ണേർ ഫലിക്കൂല. നിങ്ങൾ ഈ സ്വലാത്ത് പതിവാക്കുന്നൊരു കുടുംബത്തിലേക്ക് അത്തരം കണ്ണേറുകൾ ഫലിക്കില്ല, സിഹറുകൾ ഫലിക്കില്ല, നാവേറുകൾ ഫലിക്കില്ല, ശാപം ഫലിക്കില്ല, ഒന്നും ഫലിക്കൂല. മനസ്സറിഞ്ഞ് ചൊല്ല. ആറാമത്തേത്, ഹൃദയത്തിന് വിശാലതയും സമാധാനം കിട്ടുന്നേ. നമ്മുടെ ഹൃദയം ഇങ്ങനെ ചുരുങ്ങി പോയതാണ് നമുക്ക് സമാധാനം ഇല്ലാതാകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. ഈ സ്വലാത്ത് പതിവാക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ വിശാലമായിട്ട് വരും. കാരണം മുത്തുനബിയുടെ നോട്ടം കിട്ടും, ഹൃദയം വിശാലാവും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കുള്ള വഴിയാണ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ്. നൂർ മുഹമ്മദ് കയ്യിൽ കിട്ടിയാൽ ഹൃദയം അങ്ങ് വിശാലാകും, സമാധാനം ഉണ്ടാവും. ഏഴാമത്തത്, എത്ര വലിയ കടവും അല്ല വീട്ടിൽ തരും അത്രേ. അള്ളാൻ്റെ അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കൂല. ആ അനുഗ്രഹങ്ങളെ മുൻനിർത്തിയാണ് നിങ്ങൾ മുത്തനബിയുടെ മേൽ സ്വലാത്ത് ചെല്ലണത് അല്ലേ. അപ്പോൾ അള്ളാൻ്റെ അനുഗ്രഹങ്ങളിലൂടെ നിങ്ങളുടെ കടം, ലോൺ എടുത്തിട്ട് കുടുങ്ങിയ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ നമ്മൾ ലോൺ എടുക്കുന്നത് തെറ്റാണ്. പെട്ടുപോയി ഉസ്താദ്, ഒന്ന് വീടണമല്ലോ. എടാ അല്ല, അവനോട് അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞിട്ട് ഈ സ്വലാത്ത് ചൊല്ലിക്കോ, പടച്ചോൻ വഴി കാണിച്ചു തരും. റിസ്ക്കിൽ വിശാലത ഉണ്ടാവും, ഭക്ഷണം മുട്ടൂല, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവും, മക്കളുണ്ടാവും, വാഹനം ഉണ്ടാവും, എന്ത് വേണോ. റിസ്ക് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സമാധാനം കിട്ടാനായിട്ട് എന്തൊക്കെ വേണോ അതൊക്കെ പടച്ചോൻ തരും, അതിൽ അഭിവൃദ്ധി ഉണ്ടാവും. എട്ടാമത്തേത്, ഖബറിലെ ചോദ്യം എളുപ്പമാകും. മുങ്കർ നക്കീറൊക്കെ വന്ന് ചോദിക്കുമ്പോൾ മൻ റബ്ബുക്ക, ഈസി ആയിട്ട് വരും. റബ്ബി അല്ലാ, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്. മുത്തുനബിയെ കാണിച്ചിട്ട് ചോദിക്കും, ഇതാരാണ്? ഹദാ റസൂലുള്ളാ, ഇതെൻ്റെ റസൂലാണ്, അള്ളാഹിൻ്റെ റസൂലാണ്, എൻ്റെ ഹബീബാണ്. അവിടെ പറയാൻ പറ്റും നമുക്ക്. അങ്ങനെ പറയാൻ പറ്റുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഒമ്പതാമത്തേത്, മുത്തുനബിയുടെ ഇഷ്ടം ലഭിക്കുമെന്നാണ്, ഹബീബായ തങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, വെള്ളിയാഴ്ച ദിവസം മുത്തുനബി ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സ്വലാത്തില്ലെന്നു, പാവപ്പെട്ടൊരു മനുഷ്യനെ മുത്തുനബിയുടെ പേരിൽ നമ്മളെ സഹായിക്കുന്നു. അള്ളാഹ് ഇതിലപ്പുറം മുത്തുനബിക്ക് നമ്മളോട് ഇഷ്ടം തോന്നാൻ വേറെന്താ വേണ്ടത്? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി അദദ ഇൻആമില്ലാഹി വഇഫ്ളാലിഹി. മുത്തുനബിയുടെ മേലെ ഇങ്ങനെ സ്വലാത്ത്, കൈ കണക്കൂലാത്ത സ്വലാത്ത്.
അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ എത്ര തവണ ചൊല്ലണം, അതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിസ്കാരശേഷം, ഏത് 5 വക്ത് നിസ്കാരത്തിന് ശേഷവും കുറച്ച് സ്വലാത്ത് ചൊല്ലിയാൽ അത് വളരെയധികം ഫലപ്രദമാണെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അങ്ങനെയൊന്നും പറ്റില്ല, ഡെയിലി ഒരു 11 അല്ലെങ്കിൽ 41 അല്ലെങ്കിൽ 100 ഇതിലേതെങ്കിലും ഒരു എണ്ണം കൃത്യാക്കാം. എന്നാൽ പിന്നെ 11 തന്നെ പിടിക്കുക ഉസ്താദേ, നമുക്ക് ഒരുപാട് പണിയുണ്ടല്ലോ എന്നാണ്. ആ ജാതി കുതിരകൾ എനിക്കറിയാം. അതായത് 11, 41, 100 ഇതിലേതെങ്കിലും ഒരു സംഖ്യ തിരഞ്ഞെടുത്തിട്ട് ഡെയിലി പതിവാക്കി. ഇന്ന് 11, നാളെ 12, അങ്ങനെയല്ല, ഒരു വിറുതായിട്ട് അതെങ്ങനെ മുടങ്ങാതെ പോട്ടെ. എന്ത് തിരക്കുണ്ടെങ്കിലും ഒരു 11 തവണ ഈ സ്വലാത്ത് ചൊല്ലാതെ ഞാൻ ഒഴിവാക്കില്ല. ഡെയിലി 11 ഇങ്ങനെ പോട്ടെ. ഇതിൻ്റെ സുഖം നമുക്ക് ജീവിതത്തിൽ ഒരു മാസം ഇങ്ങനെ പതിവാക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ ഒരു സമാധാനം ഇങ്ങനെ വന്നു ചേരുന്നത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. മനസ്സിലായോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കാരശേഷം 5 വക്ത് നിസ്കാരത്തിന് ശേഷവും 11 തവണ ചൊല്ലിയാൽ അൽഹംദുലില്ലാഹ് കളർഫുള്ളാട്ടോ, ജീവിതത്തിൽ വല്ലാത്ത വിപ്ലവം മാറ്റമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇനി അങ്ങനെയൊന്നും പറ്റില്ല, നിസ്കാരം ഇല്ലാത്ത സമയത്തും ഉള്ള സമയത്തും ഒക്കെ നമുക്ക് ഡെയിലി ഏറ്റവും ചുരുങ്ങിയതൊരു 11 എണ്ണം ഏതെങ്കിലും ഒരു സമയത്ത് സുബ്ഹി കഴിഞ്ഞിട്ടോ മഗ്‌രിബ് കഴിഞ്ഞിട്ടോ പതിവാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ സ്വലാത്ത് കൊണ്ട് ഇന്നത്തെ വെള്ളിയാഴ്ചയും വരുന്ന ദിവസങ്ങളൊക്കെ കളറാക്കണം, വേണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹൃദയ സാന്നിധ്യത്തോടെ വേണം, കൽബിൽ മുത്തുനബിയോടുള്ള പ്രണയം വേണം, അല്ലേ? അങ്ങനെ ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ചു, മൂസാ നബി അലൈഹി സ്വലാമിന് ഫിർഔനിൽ നിന്നുള്ള രക്ഷിച്ചത് ഏത് ദിവസമാണ്? അത് മുഹറം 10 ആശൂറ ദിവസമാണ്. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം, ആ മുഹറം 10 നടന്ന മറ്റൊരു അത്ഭുത സംഭവം ഏതാണ്? ഒരുപാടുണ്ട്, ഏതെങ്കിലും ഒരെണ്ണം കമൻറ്റ് ചെയ്യാം കേട്ടോ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഹായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. കരുണക്കടലായ റബ്ബേ, ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചെയ്യുന്ന റിലീഫ് പദ്ധതിയിലേക്ക് ചെയ്യുന്ന ഹദിയകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ നീക്കണയല്ല, പാപങ്ങളെല്ലാം പൊറുക്കണയല്ല, ഈമാൻ സലാമത്താക്കണയല്ല, ഈമാനോടെ മരിച്ച് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല. പടച്ചവനെ, തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, നീ പൊറുക്കണയല്ല. അസുഖബാധിതർ ധാരാളമുണ്ട്, ശിഫ നൽകണയല്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നാക്കണയല്ല. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണയല്ല. ശോഭനമായ ഭാവി നൽകണയല്ല. പടച്ചവനെ, ഹൈറായ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നൽകണയല്ല. കടക്കെണിയിൽപ്പെട്ടവരുണ്ട്, മോചനം നൽകണയല്ല. യാ റബ്ബന, ബിസിനസ്സിൽ ബറക്കത്ത് ചെയ്യണയല്ല. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല. പ്രവാസികൾക്ക് ഹൈറും ബറക്കത്തും നൽകണയല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ തുടങ്ങി ആരെല്ലാമുണ്ടോ ഖബർ വെളിച്ചമാക്കണയല്ല. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.